ഞാനൊരു സ്റ്റുഡിയോ റൂം ഇട്ടിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഒരു കടലിൽ നെറ്റ് പോലും ഇല്ലാത്ത സിഗ്നൽ പോലും ഇല്ലാത്ത ഒരിടത്ത് ഇരുന്നിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ക്രൂവിൻ്റെ കത്തി വെച്ചിട്ട് ഒരിടത്ത് ഇരുത്തുക. സ്വയം ഒന്ന് കണ്ണാടി പോയി നോക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തിനാ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അവരോട് പറയാം, ഉണര്, എഴുന്നേൽക്ക്, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. പിന്നീട് ഞാൻ എൻ്റെ വോയിസിൽ ഒരു വീഡിയോ ചെയ്യാം. തെറിയാണ് വിളിക്കുന്നത്, ചീത്തയാണ് വിളിക്കുന്നത്. എനിക്ക് ആരും സപ്പോർട്ടില്ല, എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ ആരുമില്ല, എനിക്കൊരു ക്യാമറ പിടിച്ചു തരാനോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. നമ്മുടെ ജോലി നെറ്റോ കാര്യങ്ങളോ അതിനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലേ. എന്നിട്ട് പറയും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ സൂപ്പറാണ്. ജീവിതത്തിൽ ടോട്ടലി മാറ്റിമറിച്ചൊരു സംഭവം പറഞ്ഞാൽ മതിയല്ലേ. എൻ്റെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ആ ജീവിതം മാറ്റിമറിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മളവിടെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിയെടുക്കുന്ന ബോയിൽ സൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഞാനാണെന്ന് മനസ്സിലാവില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ജീവൻ വെച്ച് എത്രയോ പേര് ജയിലിലുണ്ടെന്ന് അറിയും. ഇപ്പോൾ വർഷങ്ങൾ 2-3 വർഷമൊക്കെ ജയിലിൽ കിടന്നിറങ്ങിയിട്ടുള്ള ക്യാപ്റ്റന്മാരുണ്ട്. വിഷ്ണുവിന്റെ ലൈഫ് മാറ്റിമറിച്ചൊരു യാത്ര ഏതാണ്? എൻ്റെ ലൈഫ് മാറ്റിമറിച്ചൊരു യാത്ര എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മീൻസ് പോയ രാജ്യങ്ങളാണോ അതോ ജോലിക്ക് കയറുന്ന കാര്യമാണോ? എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, മൊത്തത്തിൽ ഇപ്പോൾ കടലിലുള്ള യാത്ര ആയിക്കോട്ടെ, കടലിലെടുക്കാം, എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം അതായിരിക്കുമല്ലോ. ഒരു യാത്ര, ഇപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ ആ ഒരു യാത്ര ജീവിതത്തിൽ ടോട്ടലി മാറ്റിമറിച്ചൊരു സംഭവം പറഞ്ഞാൽ മതിയല്ലേ. എൻ്റെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ആ ജീവിതം മാറ്റിമറിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടത് അങ്ങനെ ഒരു മാറ്റിമറിയൽ ഉണ്ടായത് കൊണ്ടല്ലേ. അതായത് ഞാൻ പറഞ്ഞു, ജേർണലിസം ഇഷ്ടമാണ്, കപ്പലിൽ കൂടെ യാത്ര ചെയ്ത് പോകുന്നു, എല്ലാ ദിവസവും ഒരേ റൊട്ടീനാണ്. രാവിലെ പണിയെടുക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, കപ്പൽ പോകുന്നു, 9 മാസം എങ്ങനെയെങ്കിലും തീർത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, വീണ്ടും അടുത്ത കപ്പലിൽ പോകുന്നു. 1 അല്ല 2 അല്ല 3 അല്ല 5-8 വർഷങ്ങൾ ഇങ്ങനെ പോവാ. മനസ്സിനുള്ളിൽ ഒരു സംഭവമുണ്ട്, ഒരു സങ്കടമുണ്ട് മനസ്സിനുള്ളിൽ. എത്ര എന്ന് പറഞ്ഞാലും ഒരു സങ്കടമുണ്ട്. നമുക്ക് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാവാം, നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാവാം, പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കത്തില്ല നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അത് ചെയ്തുകൂടാ? ഞാൻ അതാണ് ചെയ്തത്. ആ ചെയ്തത് അത് ജനങ്ങളിലേക്ക് എത്തി, അവിടെ നിന്ന് ജീവിതം മാറി. ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയതായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇങ്ങനൊരു നോർമൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ റീൽസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുകയാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആദ്യത്തെ നമ്മുടെ ബാഡ് വെതറിൻ്റെ വീഡിയോസൊക്കെ വൈറലായതിനു ശേഷം പിന്നീട് ഞാൻ എൻ്റെ വോയിസിലൊരു വീഡിയോ ചെയ്യുക. തെറിയാണ് വിളിക്കുന്നത്, ചീത്തയാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് നമ്മളെ ആ 4 പേരിലോട്ട് എത്തിച്ചേ. നിനക്ക് പതുക്കെ പറഞ്ഞൂടെ, നീ എന്തിനാണ് കിടന്ന് അലറി വിളിക്കുന്നത്? ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആ കപ്പലുകാരെ നീ കണ്ടോ, അവർ സംസാരിക്കുന്ന കണ്ടോ, എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, എത്ര നല്ലതായിട്ടാണ് സംസാരിക്കുന്നത്. നീ എന്തിനായി കിടന്ന് അലറുന്നത്? നീ എന്തിനാ ഇത്ര സ്പീഡിൽ പറയുന്നത്? നിൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. ഇങ്ങനെ വന്ന കമൻറ്റുകൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ വൈറലാവുന്നത്, ഓൺ വോയിസ് വീഡിയോ. പക്ഷെ അതിലൊരു 100 പേരിൽ ഒരു 10 പേരെ ഈ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുള്ളൂ. അത് ഫേസ്ബുക്കിൽ, എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലെ കാര്യം അറിയാമല്ലോ, ചെറിയൊരു കാര്യം മതി, നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കുമല്ലോ. അതിൽ ഫുള്ള് തെറിവിളി മാത്രം. നമുക്കിത് തുറന്നു നോക്കാൻ പറ്റുന്നില്ല. ഇത് ഞാനല്ലേ കിടന്നലച്ചേ അല്ലേ, എൻ്റെ തൊണ്ടോട്ട് ഞാനല്ലേ സംസാരിക്കുന്നത്, അതിന് ഇവരെന്തിനാണ് ഈ സങ്കടപ്പെടുന്നത്? പക്ഷെ അവരൊരു നല്ല കാര്യം ചെയ്തു, ആ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാക്കി തന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ നമുക്കിനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർ, നെഗറ്റീവ് പറയുന്നവരെ മൊത്തം മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് വന്ന കമൻറ്റുകൾ മാത്രം ഇരുന്ന് വായിച്ച് പിറ്റേ ദിവസം പോലെ ഓരോ കണ്ടൻറ്റ് എന്താണോ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ എടുത്തു, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തു. അത് ആ ഒരു തോന്നലില്ലേ, ആ ഒരു തോന്നലായിരുന്നു ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എന്ന് പറഞ്ഞാൽ. എങ്ങനെ ജീവിതം വേറൊരു രീതിയിലോട്ട് തിരിഞ്ഞു, ആ തിരിഞ്ഞത് ഇതാ. ഈ നെഗറ്റീവ് കമന്റ്സ് ആക്ച്വലി നല്ലതാണ്. നമ്മളുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാനും നെഗറ്റീവ് കമന്റ്സ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഏത് റീലിനാണോ വീഡിയോയ്ക്കാണോ നെഗറ്റീവ് കമന്റ് ഉള്ളത്, ആ വീഡിയോ ഒക്കെ വൈറലാവും. അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ പോസിറ്റീവിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരോട് അഭിപ്രായം പറയാനുള്ള ആഗ്രഹമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ
ചിലർക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് കുറേ ഞാൻ ചിന്തിച്ച അല്ലെങ്കിൽ കുറേ പ്രൊഫൈലുകൾ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അത്യാവശ്യം ഒരു അറിവുള്ള ആൾക്കാർ അവരല്ല ഈ പറയുന്നത്. മീൻസ് അവരുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ മനസ്സിലാവും ഒരു എന്തൊക്കെയോ സമ്മർദ്ദമുള്ള ആൾക്കാരാണ്, എവിടേക്കോ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനി ജോലിയുള്ള ഞാൻ ഇരുന്ന് ജോലിയെപ്പറ്റി പറയുമ്പം ജോലി ഇല്ലാതെ ഇരുന്ന് കേൾക്കുന്നവർക്കുണ്ടാവുന്നൊരു സങ്കടത്തിൻ്റെ പുറത്താണോ നീ ആരടാ, നിനക്കെന്താടാ കാര്യം, നിനക്ക് ഇത്ര ലക്ഷം രൂപ ശമ്പളം ഇല്ലടാ, നീ നിൻ്റെ പണി നോക്കിയാൽ പോരെ, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. ഞാൻ ജോലി ചെയ്യുന്നില്ലേ, ഞാൻ ജോലി ചെയ്യുന്നതിന് കഷ്ടപ്പെടുന്നതിൻ്റെ ശമ്പളമാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ്. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഫാമിലിയെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്, പ്ലസ് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുന്നുണ്ട്. അതിൽ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാ ഇതെല്ലാം ഞാൻ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബോൾഡായിട്ടിരിക്കുന്നത്. പക്ഷെ അവർ എങ്ങനെയായിരിക്കും എന്ന് സ്വയം ചിന്തിക്കുക, സ്വയം ഒന്ന് കണ്ണാടി പോയി നോക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ഇപ്പോഴും അവരോട് പറയാം, ഉണര്, എഴുന്നേൽക്ക്, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടൂല. ഈ നെഗറ്റീവ് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് പ്രൊഫഷനും പാഷനുമാണ് ഞാൻ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പ്രൊഫഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ, എൻ്റെ പാഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലേ, എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷനും കൂടിയിട്ടാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഈ പ്രൊഫഷൻ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാഷൻ ഇല്ല, പാഷൻ ഇല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഇല്ല. അവിടെ നിന്നുകൊണ്ട് രണ്ടും ഒരുപോലെ ഒത്തു കൊണ്ടുപോകുക എന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ആരും സപ്പോർട്ടില്ല, എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ ആരുമില്ല, എനിക്കൊരു ക്യാമറ പിടിച്ചു തരാനോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല. നമ്മുടെ ജോലി നെറ്റോ കാര്യങ്ങളോ അതിനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലേ. ഞാനൊരു സ്റ്റുഡിയോ റൂം ഇട്ടിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ഒരു കടലിൽ നെറ്റ് പോലും ഇല്ലാത്ത സിഗ്നൽ പോലും ഇല്ലാത്ത ഒരിടത്ത് ഇരുന്നിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നെറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. ഇപ്പൊ ഈ വിഷ്വൽസ് പറഞ്ഞില്ലേ, അതിലിപ്പോ വീഡിയോസിൽ ഉണ്ടാവുന്ന എല്ലാ വിഷ്വൽസും സ്വന്തമായിട്ട് എടുക്കുന്നതാണോ അത് വേറെ എവിടെന്നെങ്കിലും ഉള്ളതാണോ? എൻ്റെ വീഡിയോസിൻ്റെ അകത്തുള്ള വീഡിയോസ്, ആ കാണുന്ന വിഷ്വലുകളെല്ലാം ഞാൻ എടുക്കുന്ന വിഷ്വൽസ്, എൻ്റെ വിഷ്വൽസ്, ഞാനായിട്ട് എടുക്കുന്ന വിഷ്വൽസുകളാണ്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാനത് നോട്ടിക്കൽ ടേംസിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് കണ്ടുപോകും. അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അതിലൊരു വിഷ്വലും കൂടെ ഓടിപ്പോകുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതെന്ത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിഷ്വൽസ് ചിലത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ നെറ്റിൽ നിന്ന് ആ വിഷ്വൽസ് എടുക്കും. എന്നിട്ട് ഞാൻ എൻ്റേതായ വീഡിയോയ്ക്ക് മേളിലായിട്ട് ആ വിഷ്വൽ ഓടിപ്പോവും, പ്ലസ് അതെന്തെന്ന് ഞാൻ വിവരിച്ചും പറയും. ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് അതെന്തെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഈ ജോലിക്കിടയിലാണല്ലോ ഈ ഫോണും അതൊക്കെ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത്, അത് ജോലി എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? മീൻസ് ഈ വിഷ്വൽസ് എടുക്കുന്നതൊക്കെ ജോലി സമയത്താണ് നമ്മളിത് എടുക്കുന്നത് എന്നല്ല, ജോലി സമയത്ത് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മളവിടെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിയെടുക്കുന്ന ബോയിൽ സൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഞാനാണെന്ന് മനസ്സിലാവില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ബോയിൽ സൂട്ടെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് പണി കഴിഞ്ഞ് വന്നതിന് ശേഷം, അല്ലെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ബ്രേക്കിന് വരുന്ന സമയത്ത് കിട്ടുന്ന 1 മണിക്കൂർ വന്ന് പെട്ടെന്ന് ചോറ് വാരി തിന്നും, എന്നിട്ട് നേരെ റൂമിൽ പോകും, പെട്ടെന്ന് കവറോൾ, പുതിയ ബോയിൽ സൂട്ട് കവറോൾ കയറ്റിയിടും, എന്നിട്ട് ഈ മൊബൈലും കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്യും ഇതെവിടെ അടുത്ത ഷൂട്ട് ചെയ്യേണ്ടത്, എവിടെ അതിൻ്റെ വിഷ്വൽ വരണ്ടേ, എന്നിട്ട് അവിടെ പോകും. വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ 1 മണിയാവും. അവിടെ നോട്ടി വന്ന് പെട്ടെന്ന് ഷൂവും വാരിയിട്ട് പഴയ ബോയിൽ സൂട്ട് ഇട്ട് വീണ്ടും പണിക്ക് പോകും. എന്നിട്ട് തിരിച്ച് 5 മണിക്ക് വരുമ്പോൾ ഇരുട്ടായില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷ്വൽ ഉണ്ടെങ്കിൽ വൈകിട്ട് 5 മണിക്കോ അല്ലെ എപ്പോഴാണ് വർക്ക് തീരുന്നത് അന്നേരം ഓടിപ്പോയി എടുക്കും. എന്നിട്ട് അതാണ് വീഡിയോ ആക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ എടുക്കാറില്ലേ, വീഡിയോ എടുക്കാനുള്ള സമയം എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ കാർഗോ ഓപ്പറേഷൻ, ഡിസ്ചാർജിങ്, വാഷ് ചെയ്യുന്നതൊക്കെ, വെള്ളം അടിക്കുന്നതൊക്കെ അത് ജോലി ടൈമിലാണ് കേട്ടോ. അത് നമുക്ക് ബൾക്ക് കാരിയർ കപ്പലുകളിൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഓഫീസർമാരായാലും ക്യാപ്റ്റന്മാരായാലും എല്ലാവർക്കും ഞാൻ വ്ളോഗ് ചെയ്യുന്ന അറിയാം. ഹിന്ദിക്കാരാണ് കൂടുതലും, പക്ഷെ ഇവർക്കെല്ലാം ഞാൻ വ്ളോഗ് ചെയ്യുന്ന അറിയാം. ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവത്തില്ലെങ്കിൽ പോലും അവരിരുന്ന് കാണും, എന്നിട്ട് പറയും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ സൂപ്പറാ കേട്ടോ, സംസാരിക്കുന്ന അടിപൊളിയാണ്. അത്രയും സപ്പോർട്ടുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കപ്പലിൻ്റേതായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തുവിടുന്നില്ല. എൻ്റെ ജോലി, ഞാൻ ചെയ്യുന്ന ജോലി, കപ്പലിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്, നല്ല നല്ല കാര്യങ്ങളും നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വീഡിയോ എടുത്തിടുക.
ഒരു കുഴപ്പങ്ങളില്ല. ഇപ്പൊ നമുക്കായാലും നേരിട്ട് കപ്പലിലൊന്നും പോകാൻ പറ്റാത്തവരാണല്ലോ ചുറ്റും അധികം ഉള്ളത്. അവർക്ക് ശരിക്കും കപ്പൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നുള്ളൊരു ഇൻഫോർമേഷനും കൂടിയാണ് വിഷ്ണു പാസ് ചെയ്യുന്നത്. വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഒരിക്കലും തളരില്ല. വിഷ്ണു കണ്ടില്ല. ഞാൻ തളരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയതല്ല. ഇവൻ നമ്മുടെ ഫാമിലി ആണെങ്കിൽ എവിടെ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇവൻ എന്തിനാണ് ഈ കിടന്ന് കളിക്കുന്നത്, എന്തിനാണ് ഈ കിടന്ന് പറയുന്നത്. ഞാൻ അതൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഈ വീണ്ടും എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെസ് അനുഭവിച്ചിരുന്നിട്ട് വയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എവിടെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം വരൂ. അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അവരാണിത് പറയുന്നത്. എന്തിനാണ് നമ്മളിത് കേൾക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാണ് പോയാൽ പോരെ. കപ്പലിൽ കിടന്ന് വല്ല നടുകടലിലും കിടന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തിനാ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കപ്പലിൽ ഇന്ധനം നിറയ്ക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസത്തേക്കാണോ അല്ലെങ്കിൽ ഇത്ര ഒരു ഡെസ്റ്റിനേഷൻ ബേസ് ചെയ്തിട്ടാണോ അതിൽ ഇന്ധനം നിറയ്ക്കുന്നത്? അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഇന്ധനം കഴിഞ്ഞിട്ട് കപ്പൽ, ഇപ്പൊ നമ്മളൊക്കെ പെട്രോൾ കഴിഞ്ഞിട്ട് വണ്ടി നിൽക്കുന്ന പോലെ കപ്പൽ അങ്ങനെ നിൽക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല. നമുക്ക് കപ്പൽ പോകേണ്ടത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഓസ്ട്രേലിയ ചൈന ഇതൊരു മെയിൻ റൂട്ടാണ് ബൾക്ക് കാരിയർ കപ്പലിന്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ചൈന എന്ന് പറയുന്നത് ഒരു 15 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഈ 15 ദിവസത്തെ യാത്ര കപ്പൽ കമ്പനിക്ക് അറിയാം നമ്മൾ പോകുന്നത് ഒരു 15 ദിവസത്തെ യാത്രയാണ്. അപ്പം നമുക്ക് എടുക്കുന്ന ബങ്കർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമുക്ക് എടുക്കുന്ന ബങ്കർ ആ ഒരു ക്വാണ്ടിറ്റിയിലേ എടുക്കുള്ളൂ. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഇവർ ബങ്കർ എടുക്കുന്നതിന് മുമ്പ് എവിടാണോ ഫ്യൂവലിന് പ്രൈസ് കുറവുള്ള രാജ്യം, ചൈനയാണെങ്കിൽ ചൈന, ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ. ചൈനയിലാണ് കുറവെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോയി തിരിച്ച് ചൈന വരാൻ വരെയുള്ള ഫ്യൂവൽ ഒരു പക്ഷേ നമ്മൾ എടുക്കും. ഇല്ലെങ്കിൽ ഈ ചൈന ഓസ്ട്രേലിയ ഈ റണ്ണിൽ വരുന്ന ഒരു മാസത്തേക്ക് അല്ലെ 2 മാസത്തേക്ക് കപ്പൽ ഓടാൻ എത്ര ടൺ ഫ്യൂവൽ വേണോ അത്രയും ടൺ ഫ്യൂവൽ ഇവർ ലോഡ് ചെയ്യും. ഇനി അതല്ല, ഇത് ചേഞ്ച് ആയിട്ട് ചൈന നിന്ന് നേരെ ബ്രസീൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു മാസം യാത്ര, അതായത് ഏകദേശം 40-45 ദിവസത്തെ യാത്രയാണ് വൺ സൈഡ്. തിരിച്ചു വരുമ്പോൾ എത്ര ആയി എന്ന് ആലോചിച്ച് നോക്ക്. 80 ദിവസത്തിന് മേലെ ആവും. അപ്പം വൺ സൈഡ് ഇവിടുന്ന് 45 ദിവസം ചൈനയിൽ നിന്ന് ഓടി ബ്രസീലിൽ എത്തണമെങ്കിൽ ചൈനയിൽ നിന്ന് ബങ്കർ എടുക്കും. ഈ പറയുന്ന 45-50 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ചെയ്യും. അതിനുശേഷം ബ്രസീലിൽ നിന്നും തിരിച്ചു വരാനുള്ള ഫ്യൂവൽ എടുക്കും. ഇനി അതല്ല, ചൈനയിൽ നിന്ന് ബ്രസീൽ പോയി തിരിച്ചു വരാനുള്ള ഫ്യൂവൽ വേണോ അത്ര എടുക്കും. നമ്മുടെ റൂട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ അത് മാത്രമല്ല, നമുക്ക് കയറ്റുന്ന ലോഡുണ്ട്, കാർഗോ. ആ കാർഗോയിൽ നമ്മുടെ കപ്പലിലെ മെഷീനറികൾ ഉൾപ്പെടെ നമ്മുടെ കപ്പലിലെ ഉള്ള ബങ്കറിൻ്റെ എല്ലാത്തിനും കണക്കുണ്ട്. എത്ര സാധനങ്ങൾ ഫ്യൂവൽ നമ്മുടെ ഇതിലുണ്ടോ അത്രയും കാർഗോ കുറയുക ചെയ്യുന്നത്. ഓണറിനെ സംബന്ധിച്ച് കാർഗോ ആണ് അവർക്ക് പ്രധാനം. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എങ്ങനെയാണ് ബ്രസീലിൽ എടുക്കാവുന്നതാണെങ്കിൽ ഓണർ പറയും, ഓക്കെ ഇത്ര ടൺ ഫ്യൂവൽ എടുക്കുക, നിങ്ങൾ ബ്രസീലിൽ പോകും. ബ്രസീലിൽ ചെല്ലുമ്പോഴത്തേന് എന്ത് പറ്റും? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബ്രസീലിൽ നിന്ന് അടുത്ത ഫ്യൂവൽ വീണ്ടും ബങ്കർ എടുത്ത് തിരിച്ച് ചൈനയ്ക്ക് വരും. ഡിപ്പെൻഡ്, ഇത് നമുക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻഡ്. അതുമാത്രമല്ല, സിംഗപ്പൂർ, ദുബായ് ഇതൊക്കെ കൺവീനിയൻറ്റ് ബോർഡുള്ള സ്ഥലങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ എപ്പോൾ കപ്പൽ പാസ് ചെയ്ത് പോയാലും അവിടെ നിന്ന് ഫ്യൂവൽ എടുക്കും. കാരണം അവിടെ ഫ്യൂൽ റേറ്റ് കുറവായതുകൊണ്ടും സാധനങ്ങളുടെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ടും. ഒരിക്കലും ഒരു കപ്പൽ ഇതുപോലെ അങ്ങനെ ഇന്ധനം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ലേ? എൻ്റെ അറിവിൽ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്ന കാറും ഓട്ടോറിക്ഷ പോലെ അല്ലല്ലോ. അല്ല, ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് അവിടെ തന്നെ നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സംഭവം ശരിയാ. ഇത് ചോദിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യത്തെ കപ്പൽ അത് 9 മാസം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, നങ്കൂരം. ഞാൻ പറഞ്ഞല്ലോ, ആ കപ്പൽ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ട കപ്പലിൽ ഈ ഫ്യൂവൽ എല്ലാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതൊക്കെ നിർത്തിവെച്ചു, ജനറേറ്റർ ഓഫ് ചെയ്തു. അത്യാവശ്യം വേണ്ട ഇത് മാത്രം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം പ്രവർത്തിപ്പിച്ചിട്ട് ഫ്യൂവൽ അവർ അധികം ചിലവാകാത്ത രീതിയിൽ ചെയ്യും. അല്ലാതെ ഓടുന്ന കപ്പൽ അങ്ങനെ ഫ്യൂവൽ തീർന്ന് ഒരിക്കലും നിന്നിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അഡീഷണൽ നമ്മുടെ ഒരു ടൺ കണക്കിന് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ടൺ കണക്കിൻ്റെ കളിയാണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ടൺ കണക്കിന് ടണ്ണിൻ്റെ കളിയാണ് ഈ ഇന്ധനം എടുക്കാന്ന് പറഞ്ഞത്. ഒരു കപ്പലിന് 16 ലക്ഷം രൂപ 17 ലക്ഷം രൂപ വേണം ഒരു ദിവസം ഓടണമെങ്കിൽ ഇന്ധന ചെലവ് ഒരു ദിവസം. ഇപ്പം എൻ്റെ കഴിഞ്ഞ കപ്പൽ ഒരു ദിവസം വേണ്ടത് 16 ലക്ഷം രൂപയുടെ ഇന്ധനമാണ് പെർ ഡേ. 24 മണി ഈ കപ്പൽ ഓടണമെങ്കിൽ മൊത്ത ചിലവ് 16 ലക്ഷം രൂപ ഇന്ധനം മാത്രം. ബാക്കി വേറെ ഇന്ധനം മാത്രം 16 ലക്ഷം രൂപ. അത് പാസഞ്ചർ ആകുമ്പോൾ അത് കോടിയാവുക. എങ്ങനെ? ഇലക്ട്രിസിറ്റി, ജനറേറ്റർ, ഇത്രയും ആഡംബരമാണ് അതിൻ്റെ അകത്ത് ഫുള്ള്. ഫ്യൂൽ അതുപോലെ പോവും.
നമ്മുടെ കപ്പലിന് വേണ്ട 16 ലക്ഷം ആകുമ്പോൾ അതിന് കോടിക്ക് മേലെ പോകും ഒരു ദിവസം ഈ സാധനം റൺ ചെയ്യണമെങ്കിൽ ഫ്യൂല്. ഇപ്പൊ നിങ്ങളുടെ കപ്പലിൽ ഇപ്പൊ ഇന്ധനം മാത്രമല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ഏകദേശം എത്ര ചെലവ് വരുന്ന അറിയാമോ? ഇന്ധനം 16 ലക്ഷം രൂപ. ഇന്ധനം അല്ലാണ്ട് മൊത്തത്തിലുള്ള ഒരു ചെലവുണ്ടാവില്ല ഇപ്പൊ നിങ്ങളുടെ? അതിനെ പറ്റിയിട്ട് നമുക്കറിയത്തില്ല. ഓരോ ദിവസം ഈ ഉള്ള 22 പേര് അവരുടെ സാലറി, അവരുടെ ഒരു ദിവസം ഫുഡ്, നമ്മുടെ ഫ്യൂൽ വേണ്ടി വരുന്ന ഇന്ധനം, ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ഇതുവരെ നോക്കിയിട്ടുമില്ല. കാരണം ഇത് ഈ വലിയ വലിയ കോടികളുടെ കളി ആയതുകൊണ്ട് നമുക്ക് ഇന്ധനമൊക്കെ ആണല്ലോ നമ്മുടെ മെയിൻ. ഇത്ര ടൺ ഇന്ധനത്തിന് ഇത്ര രൂപ വരും, ഇത്ര ടണ്ണിൻ്റെ ഇന്ധനമാണ് എടുക്കുന്നത്. ഇതിനൊരു ലിസ്റ്റ് എനിക്കറിയില്ല, പക്ഷെ അറിയുന്നവരുണ്ടാവാം, പക്ഷെ എനിക്കറിയില്ല. ഏതൊക്കെ ഒരുപാട് തരത്തിലുള്ള കപ്പലുകൾ ഉണ്ടല്ലോ, അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള കപ്പലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ബൾക്ക് ക്യാരിയർ സിമൻറ്റ് ലോഡ് ചെയ്യുന്ന കപ്പലായിരുന്നു. അതിനുശേഷം എണ്ണക്കപ്പലിൽ പോയി. അതിനുശേഷം ബൾക്ക് ക്യാരിയറിൽ വന്നു. ഇപ്പം നിലവിൽ ബൾക്ക് ക്യാരിയറിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പലുകളെന്ന് പറഞ്ഞാൽ ബൾക്ക് ക്യാരിയർ ഉണ്ട്, ടാങ്കർ ഷിപ്പ് ഉണ്ട്, കണ്ടെയ്നർ ഷിപ്പ് ഉണ്ട്, അതുപോലെ ക്യാരിയർ ഉണ്ട്, വെഹിക്കിൾ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന റോറോ ക്യാരിയർ, ഇങ്ങനെയാണ്. പിന്നെ പാസഞ്ചർ ഷിപ്പ്, ഇത്രയാണ്. അപ്പോൾ അതിൽ ബൾക്കും കഴിഞ്ഞു, ടാങ്കറും കഴിഞ്ഞു, ഇപ്പം ബൾക്കിലാണ്, ഇനി കണ്ടെയ്നറിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ഇതിൽ ഏറ്റവും റിസ്ക് ഏതിലാണ്? റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാങ്കർ ഷിപ്സ്, ടാങ്കർ, അതുപോലെ ഗ്യാസ്, LPG, ഇതൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ജോലിയാണ്. മീൻസ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നമ്മുടെ വീട്ടിലൊരു ഗ്യാസ് കുറ്റിക്ക് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു വലിയ ഗ്യാസ് ടാങ്കർ ഷിപ്പൊക്കെ എത്ര വലിയ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പം എണ്ണക്കപ്പൽ തന്നെയാണ് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം. ലൈഫ് കുറച്ചും കൂടെ ഈസി എനിക്ക് തോന്നിയിട്ടുള്ളത് ബൾക്കിലാണ്, എൻജോയ്മെൻ്റ് ആണെങ്കിലും എല്ലാം. ഈ എണ്ണക്കപ്പലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എണ്ണക്കപ്പൽ നോക്കുമ്പോൾ ഒരു ലീക്ക് വന്നാൽ പോലും ലൈക്ക് നമ്മൾ ഏത് സമുദ്രത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ സമയത്ത് നമുക്ക് അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൊക്കെ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്നുള്ളത്. ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഫൈനല്ല, ഒരു ചെറിയൊരു ഡ്രോപ്പ് ഓയിൽ പോലും കടലിൽ കലർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൂള് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടത് എണ്ണിയാൽ തീരാത്ത കോടികൾ മാത്രമല്ല, ജയിലിൽ പോവും. മൊത്തം ക്രൂ പോവോ? ഈ നമ്മൾ എപ്പോഴും പറയുമല്ലോ ക്യാപ്റ്റൻ എന്ന് പറയും. എന്തൊരു സംഭവം ഉണ്ടായാലും, എന്തൊരു അപകടം ഉണ്ടായാലും, എന്തൊരു തെറ്റുണ്ടായാലും അതിൻ്റെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരാളെന്ന് പറയുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. ചിലർ പറയും ക്യാപ്റ്റൻ്റെ ജോലി സുഖമാണ്. ഓരോ ടോക്കുകൾ നമ്മൾ കേൾക്കുമല്ലോ. പൊതുവേ കുറച്ച് നല്ല ജോലിയാണ്, നേരത്തെ പോലത്തെ അത്ര പണിയില്ല, ഇങ്ങനെ ഓരോന്ന് പറയും. പക്ഷേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അകത്ത് പോകുന്നത് ഉൾപ്പെടെ ക്യാപ്റ്റൻ അതിൻ്റെ ഒരു മെയിൻ റോളാണ്. ആ ഒരു ജോലി എന്ന് പറയുന്നത് അതുപോലെ റിസ്ക്കാണ്. ആ റിസ്കിനുള്ള പൈസയാണ് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ വാങ്ങുന്നത്, റിസ്കിനുള്ള പൈസ. അതായത് അദ്ദേഹത്തിൻ്റെ ജീവൻ വെച്ചാണ്. എത്രയോ പേര് ജയിലിലുണ്ടെന്നറിയോ? വർഷങ്ങൾ 2-3 വർഷമൊക്കെ ജയിലിൽ കിടന്നിറങ്ങിയിട്ടുള്ള ക്യാപ്റ്റന്മാരുണ്ട്. അവർ പോലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റിൻ്റെ പേരിലല്ല, പക്ഷേ കേസ് വരുന്നത് ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. സോ അതിനാണ് അദ്ദേഹം അത്രയും സാലറി വാങ്ങുന്നത്. ഈ കടൽ കൊള്ളക്കാരില്ലേ, ഇപ്പോഴും കടൽ കൊള്ളക്കാരുണ്ടോ? അതുപോലെ തന്നെ ഈ ആംഗാർഡൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രമാണോ നമ്മളുടെ കപ്പലിലോട്ട് വരുന്നതൊക്കെ? കടൽ കൊള്ളക്കാർ ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2007-2011 ആ ഒരു ടൈമിനപ്പുറത്തായിട്ട് ഒരുപാട് പൈറേസി, അതായത് കടൽ കൊള്ളക്കാരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അറ്റാക്കുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ബോട്ടിൽ വന്ന അറ്റംപ്റ്റുകൾ ഫെയിലായിപ്പോയ ഒരുപാട് അറ്റംപ്റ്റ് ഉണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഗാർഡ്സാണ്. ഈ ഗാർഡുകൾ എന്ന് നമ്മുടെ കപ്പലിലേക്ക് എത്താൻ തുടങ്ങിയോ അന്ന് മുതൽ കടൽ കൊള്ളക്കാരുടെ, അതായത് അവർ അറ്റാക്ക്, ഞാൻ പറഞ്ഞില്ല, ഹൈജാക്ക് ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഗൺ ഫയറിൽ ആ മിഷൻ ഫെയിൽ ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാരേക്കാൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ റോബറിയാണ്. നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിലേക്ക് വലിഞ്ഞു കയറി മോഷണം. നമ്മൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ക്രൂവിൻ്റെ കത്തി വെച്ചിട്ട് ഒരിടത്ത് ഇരുത്തുക, എന്നിട്ട് നമ്മുടെ കപ്പലിൻ്റെ റോപ്പ്, പെയിൻറ്റ്, കെമിക്കൽസ് ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ, ഇപ്പം ഒരു റോപ്പിന് തന്നെ 1-2 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങളായാലും ഇവൻ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാലും അത് ലക്ഷങ്ങൾക്ക് മുകളിൽ പോകും കപ്പലിൻ്റെ. ഇത് മോഷ്ടിക്കുക എന്നുള്ള സംഭവമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നത്. പൈറേസി നമ്മുടെ സൊമാലിയൻ റെഡ് സീ അല്ലെങ്കിൽ സൊമാലിയ, ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് ആ വഴികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കണക്കാക്കേണ്ട കാര്യമില്ല. ഇപ്പം നിലവിൽ ഗാർഡ്സ് ഉള്ളത് കൊണ്ട് സേഫാണ്. 9 മാസത്തിൽ എത്ര കൺട്രീസ് കവർ ചെയ്യാൻ പറ്റാറുണ്ട്? 9 മാസത്തിൽ ഡിപ്പെൻഡ് കപ്പൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടെയ്നർ ഷിപ്പ് ഒരുപാട് രാജ്യങ്ങൾ പോകും.
അതായത് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഷെഡ്യൂൾ മാറി മാറി ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുപോലെ ബൾക്ക് ക്യാരിയർ ഷിപ്പ്, നമുക്കൊരു ഫിക്സ് ഷെഡ്യൂളില്ല. ഒരു സ്ഥലത്തുനിന്ന് ലോഡ് എടുത്താൽ അത് അവിടെ ഇറക്കി കഴിയുമ്പോൾ ഇന്ന രാജ്യത്തു നിന്ന് ആ രാജ്യത്ത്, അതായത് ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് പറയും നേരെ ഇങ്ങേ അറ്റത്ത് വരാൻ. മനസ്സിലായില്ലേ? അതേപോലെ അത് സെയിം ടൈം ടാങ്കർ ഷിപ്പ്, വലിയ വലിയ കപ്പലുകളാണെങ്കിൽ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടാങ്കർ ഷിപ്പ് VLCC, വെരി ലാർജ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന വലിയ കപ്പലുണ്ട്. ആ കപ്പലിൽ സെയിൽ ചെയ്ത സമയത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ കൂടുതലും ചൈന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 9 മാസം കോൺട്രാക്റ്റിൽ ഒരു 4 രാജ്യം പോലും കഷ്ടിച്ച് പുറത്തു പോകാൻ പറ്റില്ല. പോയ ചിലപ്പോൾ 1-2 രാജ്യം, മൊത്തത്തിൽ 9 മാസത്തിൽ 4-5 രാജ്യത്തായിരിക്കും പോകുന്നത്. ഈ പോകുന്നതിൻ്റെ അകത്തും ചിലപ്പോൾ നമുക്ക് ഒരു രാജ്യത്തായിരിക്കും ഒന്ന് പുറത്തിറങ്ങി പോയിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചോടി വരണം. കാരണം ടാങ്കർ ഷിപ്പ് ഇത് ചിലപ്പം ഒരു ദിവസം കൊണ്ടോ 1.5 ദിവസം കൊണ്ടോ ഒക്കെ ഇതിൻ്റെ ലോഡിങ്ങോ അല്ലെങ്കിൽ അൺലോഡിങ്ങോ സാധനം കഴിയും. ലിക്വിഡ് അല്ലേ, പെട്ടെന്ന് അതങ്ങ് അടിച്ചു തീർക്കും. സെയിം ഇത് തന്നെ ബൾക്ക് ക്യാരിയർ ഷിപ്പ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 15 ദിവസമൊക്കെ കരയിലൊരു കിടപ്പാണ്. അപ്പം നമുക്ക് ആ രാജ്യം വീട് പോലെ ആവും. അതായത് നമുക്ക് ഡ്യൂട്ടി കഴിയും, ഇപ്പം 12 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ വെച്ച് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഈ ഷിഫ്റ്റിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു 6 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് പുറത്തു പോകാൻ പറ്റും. അപ്പോൾ ഈ 9 മാസം ബൾക്ക് ക്യാരിയർ ഷിപ്പിൽ ഏകദേശം ഒരു 9-10 രാജ്യത്തോളം, 10 കൂടുതൽ രാജ്യങ്ങൾ പോയിട്ടുണ്ട് ബൾക്ക് ക്യാരിയറിൽ. ഈ പോയ 10 രാജ്യങ്ങൾ പോയതിൽ 8 രാജ്യത്തും ഇറങ്ങി കണ്ടിട്ടുമുണ്ട്, കറങ്ങാൻ പോയിട്ടുമുണ്ട്. അതിന് അങ്ങനെ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ബൾക്ക് ക്യാരിയർ കപ്പലുകളായിരിക്കും ബെസ്റ്റ്. ബൾക്ക് ക്യാരിയർ കപ്പലിൽ തന്നെ ചെറുതുമുണ്ട് വലുതുമുണ്ട് എല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കപ്പലുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈന, ഓസ്ട്രേലിയ, ബ്രസീലിൽ തീരും. ഇതിന് വേറെ റൂട്ടില്ല. അതായത് കൽക്കരി എടുക്കുന്നത് ബ്രസീലിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ആയിരിക്കും. ഈ കൽക്കരി വാങ്ങുന്നത് അല്ലെങ്കിൽ അയണോർ ഇത് വാങ്ങുന്നത് ഏതാ? ചൈനയിലായിരിക്കും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന പോർട്ട് ചൈന ഫിക്സ് ആയിരിക്കും. ബാക്കിയുള്ള എടുക്കുന്നത് ഈ സാധനം ഉള്ളിടത്തല്ലേ പോകാൻ പറ്റുള്ളൂ. ഓസ്ട്രേലിയയും ബ്രസീലും ഫിക്സ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ പറയുന്ന 9 മാസത്തിൽ പ്രത്യേകിച്ച് ഒന്നും കരുതണ്ട, ചൈനയിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ചെറിയ കപ്പലുണ്ട്, ഈ ക്രെയിനുള്ള കപ്പലുണ്ട്, ഹാൻഡിമാക്സ് എന്ന് പറയുന്ന ഒരു സീരീസ്. അതിൻ്റെ അകത്ത് അരി, പഞ്ചസാര, ഗോതമ്പ് മല എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഈ കപ്പൽ ചെറിയ കപ്പലായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതെല്ലാം റിവറിൻ്റെ അകത്തൂടെ കയറിപ്പോവും, നദിക്കകത്തൂടെ എല്ലാം കയറിപ്പോവും. സിറ്റിക്കകത്തായിരിക്കും ലോഡ് ഇറക്കുന്ന ഡയറക്റ്റ് നമ്മുടെ ട്രക്കിലോട്ട്. അപ്പോൾ എന്ത് പറ്റും? റോഡിൽ നിന്ന് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കും റോഡിലോട്ട്. ചുരുക്കം പറഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്ന വണ്ടി എല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ തുറമുഖവും നമ്മുടെ സിറ്റിയോട് അടുത്തായിരിക്കും. ആ കപ്പലിൽ ചെയ്ത സമയത്താണ് നമ്മൾ വീഡിയോസ് ഓരോന്നും ചെയ്തതും ഈ കടൽ കൊള്ളയും ഓരോ കാര്യങ്ങളും ചെയ്തതും. ആ ഒറ്റ കപ്പലിൽ 5 മാസം കൊണ്ടാണ് നമുക്കന്ന് പ്ലേ ബട്ടൺ കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കപ്പലിൽ കിട്ടിയ ഷോർ ലീവ്. പിന്നെ മെയിൻ ഒരു കരയിൽ 10 ദിവസം കിടക്കുമ്പോൾ 10 ദിവസം എനിക്ക് സിം കാർഡില്ലേ, ഏറ്റവും മെയിൻ സംഭവം അതാണ്. അപ്പോൾ ഈ 10 ദിവസം ഇത് കരയിൽ കിടന്നാൽ നമ്മുടെ ഒരു സിം കാർഡ് ഉണ്ട്. ഈ 10 ദിവസത്തിൽ ഒരു 5 വീഡിയോ ഇടാൻ പറ്റും എനിക്ക്. അതിനുശേഷം ഇത് കരയിൽ അടുത്ത രാജ്യത്ത് ചെന്നാൽ അവിടെ ഒരു 15 ദിവസം കിടക്കും ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു 10 ദിവസം ഒരു 10 വീഡിയോ ഇടാൻ പറ്റും. അങ്ങനെ പറ്റി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവിടെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതും നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാൻ പറ്റുന്നതും പല പല കണ്ടൻറ്റുകൾ കിട്ടുന്നതും എല്ലാം ആ കപ്പലാണ്. ചെറിയ ബൾക്ക് ക്യാരിയർ കപ്പൽ. വലിയ കപ്പലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. അപ്പോൾ 9 മാസത്തിൽ നമ്മൾ കവർ ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മൾ കപ്പലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സമയത്തൊക്കെ 15 ദിവസം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കപ്പലിൽ തന്നെയാണോ സ്റ്റേ ഉണ്ടാവുക, അതോ പുറത്ത് ഹോട്ടൽ അങ്ങനെ വല്ലതായിരിക്കും? നമ്മൾ കപ്പലിൽ കയറുന്ന അന്ന് മുതൽ നമ്മൾ ഇറങ്ങുന്ന ആ നിമിഷം വരെ 9 മാസം നമ്മൾ കഴിയുന്ന കപ്പലില്ല. അതാണ് നമ്മുടെ വീട്, എല്ലാം അതാണ്. കപ്പൽ കരയിൽ ചെന്നാലും നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ കപ്പലിൻ്റെ അക്കോമഡേഷൻ നമ്മൾ കപ്പലിലാണ്. നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഷോർ ലീവിന് മാത്രമാണ് പുറത്തു പോകുന്നത്. 6 മണിക്കൂർ നിങ്ങൾക്ക് പുറത്ത് പോകാൻ കിട്ടുമെന്ന് പറഞ്ഞത്? 6 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് കിട്ടുന്ന സമയം, ഉറങ്ങാൻ കിട്ടുന്ന സമയത്താണ് പുറത്തു പോകുന്നത്. അല്ലാണ്ട് നമുക്ക് നീ പുറത്ത് പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വിടുന്നതല്ല. ജോലിയും ചെയ്യണം, പ്ലസ് നമുക്ക് ഉറങ്ങാൻ ഓഫ് കിട്ടുന്ന ആ സമയത്താണ് നമ്മൾ പുറത്തു പോകുന്നത്. ഞാൻ കണ്ടൊരു വീഡിയോയിൽ ചിലിയിലാണോ തോന്നുന്നു, പുറത്ത് പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചെന്നത് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞ് നേരെ ഡ്യൂട്ടിക്ക് കയറി. അത് തന്നെ സെയിം സംഭവം. അതായത് എനിക്ക് 6 മണിക്കൂറത്തെ ഒരു ടൈമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്ക് കയറണം. ഡേ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഇതിനിടയ്ക്ക് ഉറങ്ങാൻ കിട്ടുന്ന ഈ സമയത്താണ് നമ്മൾ പുറത്ത് പോകുന്നത്. ഈ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരുങ്ങി റെഡിയായി പോയി ടാക്സി വിളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു 4 മണിക്കൂറായിരിക്കും. ഈ 4 മണിക്കൂറിലായിരിക്കും നമുക്ക് നിയറസ്റ്റ് എന്താ ഉള്ളത് കാണാൻ, എന്ത് സാധനങ്ങൾ മേടിക്കണ്ടേ, സ്നാക്സ് മേടിക്കണം, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് മേടിക്കണം, സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിക്കണം, എന്താ മേടിക്കേണ്ടത്, എന്താ വേണ്ടത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങാനായിരിക്കും, എന്തും ആയിക്കോട്ടെ. അതനുസരിച്ച് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുക, നേരെ പോവുക, തിരിച്ചു വരിക. ഈ പാസഞ്ചർ കപ്പലിലൊക്കെ അധികം പാർട്ടീസൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇപ്പം നിങ്ങളുടെ മെർച്ചന്റ് നേവിയിലും പാർട്ടിയൊക്കെ ഉണ്ടാവും കപ്പലില്? കപ്പലിൽ പാർട്ടിയുണ്ട്. കപ്പലിൽ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ക്യാപ്റ്റൻ, ഡിപ്പെൻഡ് നമ്മുടെ കപ്പലിൻ്റെ ഷെഡ്യൂള്, ഡിപ്പെൻഡ് കപ്പൽ. അതായത് എണ്ണക്കപ്പലിൽ നമുക്ക് തീ കത്തിച്ച് ബാർബിക്യൂ പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല.
കണ്ടെയ്നറിലും ബൾക്കായാലും നമുക്ക് ബാർബിക്യൂ പാർട്ടി ഉണ്ടാക്കാൻ പറ്റും. പാർട്ടികൾ കൂടുതലും എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി ഈ ഡ്രൈ ഫ്ലീറ്റാണ്, അതായത് ബൾക്കും കണ്ടെയ്നറും, ടാങ്കറിലല്ല. അതേപോലെ തന്നെ ടാങ്കർ കപ്പലുകളിൽ ബിയർ അല്ലെങ്കിൽ മദ്യം ഈ സംഭവങ്ങളൊക്കെ നിരോധിച്ചു. 0 ആൽക്കഹോൾ പോളിസിയാണ്. നമുക്കൊരു ബിയർ പോലും കിട്ടില്ല. വിത്തൗട്ട് പാർട്ടി ഒരു ബാർബിക്യൂവോ അല്ലെങ്കിൽ ഒരു ബിയറോ, അതാണല്ലോ പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടാങ്കറിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കറിൽ ഒന്ന് ബാർബിക്യൂ ഇല്ല, 2 നമ്മുടെ മെസ് റൂമിൽ നമ്മൾ കുറേ സ്നാക്സും ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുക, കൈയടിക്കുക, പാട്ട് പാടുക, തിരിച്ചു പോവുക. എന്നെ സംബന്ധിച്ച് ടാങ്കറിലെ പാർട്ടി അതായിരുന്നു. ഞാൻ ടാങ്കിന് നേരെ ബൾക്കി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും മോസ്റ്റ്ലി പാർട്ടി ഉണ്ടാവും. നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാവും. അതിൽ നമുക്ക് ഈ പറയുന്ന ബിയർ ആയാലും നമുക്ക് ഇപ്പോൾ എന്താ പറയുക ബാർബിക്യൂ ആണെങ്കിലും ഡാൻസും പാർട്ടി നമുക്ക് കപ്പലിൻ്റെ അകത്ത് വെക്കണ്ട, ബൾക്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പാർട്ടി വെക്കാം. കപ്പലിൻ്റെ മണ്ടയിലോ ബാക്കിലോ എവിടെ വേണമെങ്കിലും പാർട്ടി വെക്കാം. ഓൺ ഡെക്കിൽ പാർട്ടി വെച്ചാലും വിഷയമില്ല. കാരണം ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ബൾക്കാണ് ബെസ്റ്റ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ബൾക്കാണ്. ഓക്കെ, കപ്പലിൽ കഴിക്കാനുള്ള ആഹാരമില്ലേ, അത് നമ്മൾ എവിടെ നിന്നാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ദൂരത്തേക്കൊക്കെ ആണല്ലോ ചില സമയത്ത് ഇപ്പോൾ 1 മാസമായിരിക്കുമല്ലോ അടുത്ത ലൊക്കേഷനിലൊക്കെ എത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നത്. ആ സമയത്ത് ഫുഡ് എങ്ങാനും ഷോർട്ടേജ് വരികയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഇതൊരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പലിൽ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ പോകുമ്പോൾ അത് ദൂരയാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് തീർന്നു പോകുമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു, ഇന്നലെ കണ്ടൊരു കമൻറ്റാണ്, നീ പോയിരിക്കുന്നത് വല്ല ബോട്ടിലും ആയിരിക്കും, അതുകൊണ്ടാണ് നിൻ്റെ ആഹാരം തീർന്നു പോകുന്നത്, നീ കപ്പലിനെ പറ്റി പറ. ഞാൻ പറഞ്ഞത് കപ്പലിനെ പറ്റിയിട്ടാണ്. ഇതറിയാത്തത് കൊണ്ടായിരിക്കാം ഇത് ഒരു പക്ഷേ പറയുന്നത്. കാരണം നമ്മുടെ കപ്പലിൻ്റെ അകത്ത് -ഡിഗ്രിയിൽ നമ്മളെല്ലാ സാധനങ്ങളും ഫ്രോസണാക്കി വെച്ചിട്ടുണ്ട്. ഫ്രോസണായിട്ടിരിക്കുന്ന സാധനങ്ങൾ, മീറ്റ്, ചിക്കൻ, ഈ സാധനങ്ങളൊക്കെ കേടുപാട് കൂടാതെ അവിടെ ഇരിക്കും. പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എത്ര നാൾ നമ്മുടെ ഫ്രിഡ്ജിൽ എത്ര നാൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സൂക്ഷിക്കാൻ പറ്റും? ഫ്രിഡ്ജ് വെച്ച ആഹാരം അഴുക്കാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെക്കാൻ പറ്റുമോ? കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് അഴുകും. അത് അഴുകിയിട്ട് നമുക്ക് ചീത്തയായിട്ട് പോകും. ഈ സെയിം സംഭവമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ 45 ദിവസത്തെയൊക്കെ യാത്ര ബ്രസീൽ, ചൈനയൊക്കെ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കൊണ്ട് മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തക്കാളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങും. അതേപോലെ ആപ്പിൾ ഒഴിച്ചിട്ട് ഉള്ള ഈ ഓറഞ്ച് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെ കേടുവരാൻ തുടങ്ങും. പഴം, ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. മാങ്ങ, ഇതെല്ലാം അഴുക്കായിപ്പോവും. അപ്പോൾ എന്ത് പറ്റും? ഒരു 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിടിച്ച് നിൽക്കണം. അപ്പോൾ പറയും ഇത്രയും ലക്ഷറി ലൈഫാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എൻ്റെ കമ്പനിയിൽ ഇതിൽ കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡ് സിറ്റുവേഷനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഈ ഫ്രഷ് ഫുഡും ഫ്രൂട്ട്സും അഴുക്കായി കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അഴുകാതിരിക്കുന്ന സാധനങ്ങൾ. ചിലപ്പോൾ അഴുക്കാതിരിക്കുന്ന പയറോ വെണ്ടയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാവും, അതായിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താ, സവാളയും കിഴങ്ങും ഉണ്ടല്ലോ, ഈ 2 സാധനം പെട്ടെന്ന് അഴുക്കാവുന്നൊരു സാധനമല്ല. കൂടുതലും പിന്നെ അതായിരിക്കും. പച്ചക്കറി ഇടേണ്ടടുത്ത് കിഴങ്ങിൻ്റെ അടുത്ത് സവാള ഇടും, അതിൻ്റെ അകത്ത് മസാല ഇടുക, അങ്ങനെ കഴിക്കുക. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും തീരുമെന്നല്ല പറയുന്നത്, ഷോർട്ടേജ് ഉണ്ടാവും. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഷോർട്ടേജ് നമുക്കുണ്ടാവും. പക്ഷേ നമുക്ക് മീറ്റും ചിക്കനും മട്ടനും ഈ സാധനമൊക്കെ നമ്മുടെ സ്റ്റോർ റൂമിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് നമുക്കുണ്ടാവും. അതും നമുക്ക് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പക്ഷേ ഫ്രഷ് ഫുഡ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കണ്ടിരുന്നു, അതായത് ഫ്രഷ് ഫുഡ് ഇന്തോനേഷ്യയിലായിരുന്നു, അവിടെ നിന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇളനീര് അവിടെ നിന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്തോനേഷ്യയിലെ ഫുഡ് അത്രയും ഫ്രഷ് ആണോ? ആണ്. കാരണം ഇപ്പം നമ്മൾ ദുബായിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഇതെടുക്കുക, ദുബായിൽ എവിടെയാണ് ഈ കാര്യങ്ങൾ കൃഷി ചെയ്യുന്നത്? ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് താമസം എടുത്ത് ആ രാജ്യത്ത് വന്ന് അവിടുന്ന് അത് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ കപ്പലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചന്തയിൽ പോയി വാങ്ങിയിട്ട് വരുന്ന സാധനം ആയിരിക്കില്ല, അത് പാക്ക്ഡായിട്ട് വരുന്ന സാധനങ്ങളുണ്ടാവും. ഇന്തോനേഷ്യ, മലേഷ്യ അല്ല ഇങ്ങനെയൊക്കെയുള്ള നാടുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ നാടിൻ്റെ ഒരു പ്രകൃതിയാണ്. വാഴയും തെങ്ങും കൃഷികളും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ ചെല്ലുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു കുളിർമയാണ്. എന്താണെന്നറിയോ? നമുക്ക് മറ്റേ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തായിരിക്കും മല്ലിയിലയും നാരങ്ങയും. നമുക്ക് എത്ര കിലോ സാധനമാണ് വേണ്ടത്, നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന സാധനം കിട്ടുന്നിടത്ത് ഈ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കവറിൽ സാധനം വാങ്ങിക്കൊണ്ട് തരും. ഫ്രഷ് സാധനം, ഫ്രഷായിട്ടുള്ള ക്യാരറ്റ്, ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കാണുമ്പോൾ അറിയില്ലേ. അതുപോലെ തന്നെ ഇളനീര്,
ഏറ്റവും നല്ല ആഹാരം, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് സാധനം കിട്ടും. അതുപോലെ ഈ സൂയിസ് കനാലില്ലേ, അത് കടക്കണമെങ്കിൽ ശരിക്കും 2 കോടി രൂപ കൊടുക്കണം എന്ന് പറയുന്നത് റിയൽ ആണോ? അത് കപ്പലിൻ്റെ നീളം, കപ്പലിൻ്റെ വീതി, കപ്പലിൻ്റെ ഡെഡ് വെയിറ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് ഈ സൂയിസ് കനാലിൽ പിന്നെ കപ്പൽ ക്രോസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടോൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് 2 കോടി രൂപയ്ക്ക് ടോൾ കൊടുക്കണം. ഞാൻ ഒരിടത്ത് ഇത് പറഞ്ഞപ്പോൾ അതിനടി വരുന്ന കമൻറ്റുകൾ മൊത്തം നീ എന്ത് തള്ളാ തള്ളുന്നത്. ഇത് തള്ളല്ല. 2 കോടി രൂപ എന്ന് പറയുന്നത് ഒരു കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവനൊന്നുമില്ല. അത് മനസ്സിലാക്കണം. കാരണം ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സാധനം 100 കോടിക്ക് മേലെ വില വരുന്ന സാധനമായിരിക്കും. 100 കോടി രൂപയുടെ ഒരു സാധനം ചരക്കും കൊണ്ട് പോകുന്ന ഒരു കപ്പൽ 100-200 കോടി രൂപയുടെ ചെറിയൊരു എമൗണ്ടാണ് ഞാനീ പറയുന്നത്. അതായത് എൻ്റെ കപ്പൽ കൽക്കരി കൊണ്ടുവന്ന കപ്പലിൽ ഏകദേശം 90-100 കോടിയുടെ കൽക്കരിയായിരുന്നു അതിൻ്റെ അകത്തുള്ള കല്ലാണ്. അതേ സമയത്ത് മറ്റുള്ള കപ്പലുകൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൊണ്ടുവന്നത്. അപ്പോൾ ഈ 100 കോടി എന്നുള്ളത് 1000 കോടി ആവില്ലേ? ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ 100-200-500 കോടിക്കിടെ ചരക്ക് കൊണ്ടുവന്ന ഒരു കപ്പലിന് 2 കോടി രൂപ ടോള് കൊടുക്കുന്നത് ഒരു എമൗണ്ട് അല്ല. ഇനി അവൻ ആ ടോള് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഈ കപ്പൽ കറങ്ങിപ്പോണം. ഇത് കറങ്ങി പോകുമ്പോൾ എടുക്കുന്നത് 2 കോടിക്ക് പകരം 200 കോടിയായിരിക്കും നഷ്ടം. അപ്പോൾ അവരെ സംബന്ധിച്ചത് ലോട്ടറിയാണ് ഈ 2 കോടി രൂപ. അത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരെന്താ ഈ പറയുന്നത്? 2 കോടി രൂപയും 3 കോടി രൂപയൊക്കെ ടോളോ? അങ്ങനെയായ ഈ മുതലാളിക്ക് എന്താ ലാഭം? മുതലാളിക്ക് ലാഭം മാത്രമല്ലേ ഉള്ളൂ. അവൻ കൊണ്ടുവന്ന ചരക്ക് 500 കോടിയുടെ സാധനം, അവൻ അതിൻ്റെ അത് 2 കോടി എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ട്, ഒന്നുമില്ല. ഈ മിനിമം ആണോ 2 കോടി എന്ന് പറയുന്നത്? കപ്പലിൻ്റെ ഇതനുസരിച്ച് 1 കോടി, 2 കോടി, ഇനി അതിലും വലിയ കപ്പലാണ് 2 കോടിക്ക് മേലും ടോൾ പോകും. അത് ഡിപ്പെൻഡ് കപ്പലിനനുസരിച്ച് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ കനാൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും കനാലിൽ ഇതുപോലെ ടോൾ ഉണ്ടോ? ഇല്ല, ഞാൻ ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്കറിയില്ല. എല്ലാ കനാലിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിലും അവിടെ ടോൾ കൊടുക്കണം. ആ കനാലിന് ഒരു ഫീ ഉണ്ടാവും. അതില്ലാതെ ഒരു കനാലിൽ കൂടെ നമ്മളങ്ങനെ കപ്പൽ കയറി പോകത്തില്ല. സൂയിസ് കനാൽ വഴി പോയിട്ടുള്ളപ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞത്. മറ്റുള്ള കനാലിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അതിന് കൊടുക്കുന്ന ടോളിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഫ്രീ ആയിട്ട് ആരും എവിടെയും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പോലെ കാശ് കൊടുത്തെങ്കിൽ ഈ കനാലെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഷോർട്ട് കട്ട് വേയാണ്. ആ ഒരു കനാൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കപ്പൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി കോടികളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കനാലാണെങ്കിൽ പോലും ടോളം നമ്മൾ പറയുന്നു, അതിൻ്റെ ഫീ കൊടുത്തിട്ടായിരിക്കും കപ്പൽ ക്രോസ് ചെയ്തത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ വീഡിയോസിൽ ഒരുപാട് കനാലിനെയും അതുപോലെ ഓരോ സ്ഥലത്തിലൂടെ പോകുന്നൊക്കെ ഓരോ ചരിത്രം പറയാറുണ്ടല്ലോ വീഡിയോസിലൊക്കെ. ഇതെല്ലാം നമ്മൾ കാണുന്നത് ആക്ച്വലി ഈ ഒരു സാമൂഹ്യ പഠനത്തിൽ മാത്രമാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ വിഷ്ണു ഒരു ചരിത്ര അന്വേഷകൻ എന്ന നിലയിൽ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറ്? പല കാര്യങ്ങളും നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, ചിലത് നമ്മൾ എവിടെയെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു വഴി കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ. അതാണ് മഗ്ലൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഇത്. അതിൻ്റെ ഒരു അനുഭവം ഇപ്പോഴത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, സൂയിസ് കനാലിനെ സംബന്ധിച്ച് 2 സൈഡും മരുഭൂമിയാണ്. അത് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല ഈ സൂയിസ് കനാലിൽ കൂടെ പോകാം. അതെന്ന് പറഞ്ഞാൽ അത് പിന്നെ 2 സൈഡിലും മലനിരകളാണ്. ആ മലനിരകൾക്ക് മുകളിൽ ഫുള്ള് മഞ്ഞ് വിരിഞ്ഞ് കിടക്കുക. അതിൻ്റെ നടുക്കൂടാണ് ഈ ഒഴുകുന്ന ഈ കനാൽ. ഇതിനുള്ളിൽ കൂടെ പോകുന്ന കപ്പൽ പോകുന്നത്. ചെറിയ കപ്പലുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും വലിയ മലകൾ ഇതിന് സെൻറ്ററിൽ നിൽക്കുക. അപ്പോൾ അതിലൊരു ചെറിയ നാരോ ചാനലുണ്ട്. ഇതിന് ഈ ചാനലിൽ കൂടെ ഈ കപ്പലിനെ കൊണ്ടുവന്ന് ആ ഒരു കാഴ്ച നമ്മൾ പുറത്തിറങ്ങിയിരുന്ന് കാണുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ തട്ടുമെന്ന് പറയുന്ന പോലുള്ള സ്ഥലങ്ങൾ, അതുപോലത്തെ ചാനലിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ലൈഫിൽ ആ ഒരു ചാനൽ അല്ലെങ്കിൽ മഗ്ലൻ സ്ട്രീറ്റ് വഴി അത് കടന്നു പോകും, അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എപ്പോഴോ കേട്ട് മറന്നൊരു പേര്. അതിലൂടെ പോകുമ്പോൾ അതെന്തെന്ന് പഠിക്കണമല്ലോ. പെട്ടെന്ന് തന്നെ നമ്മളത് പഠിക്കും. ഇതെന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, നമ്മുടെ ഓരോ വീഡിയോയിലും വെറുതെ ഒരു വീഡിയോ, ഇതാണ് മഗ്ലൻ സ്ട്രീറ്റ്, ഇതാണ് സൂയിസ് കനാൽ എന്നല്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവില്ലേ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ അതിനെ ഒരു ചെറിയതായിട്ടൊന്നൊരു 30 സെക്കൻഡ് വിവരിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് എനിക്ക് സന്തോഷം. അത് വിഷ്ണുവിൻ്റെ വീഡിയോൻ്റെ പ്രത്യേകത. അതായത് കാണുന്നവർക്ക് മനസ്സിലാവും, ഓ ഇത് ഇങ്ങനെയാണല്ലേ. അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി ആ വീഡിയോയിലുടനീളം നമ്മൾ കാണാറുണ്ട്. നമ്മൾ പറഞ്ഞു പോകുന്ന വരികൾ, അതെന്താണോ പറഞ്ഞു പോകുന്നത്, എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ആ പറയുന്നത് എന്തോ അത് വിഷ്വലായിട്ട് വരണം. എന്തെങ്കിലുമൊക്കെ വിഷ്വൽ എടുത്ത് അതിനെ ബാക്കിൽ ഇട്ടതിന് ശേഷം നമ്മൾ പറയുമ്പം അത് കാണുന്ന ഒരാൾക്ക് കിട്ടുന്ന ഫീൽ വേറെയാണ്,
അതേ സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളുടെ വിഷ്വൽ അതിൻ്റെ പുറകെ പോകുമ്പോൾ അവരതിലൂടെ സഞ്ചരിച്ച് പോകണം, ജീവിച്ച് പോകണം. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് വരും, ചേട്ടാ ഞങ്ങളും ഈ യാത്ര ചെയ്തു കേട്ടോ, ആ ഒരു ഫീലായിരുന്നു, അത് കിട്ടണം, അത്രേ ഉള്ളൂ.